മക്കളെ, എൻ ടി എയുടെ ഒരു പുതിയ അപ്ഡേറ്റ് മെയ് 22 വന്നിട്ടുണ്ട്. അപ്പോൾ എന്താ അപ്ഡേറ്റ് എന്ന് ചോദിച്ചാൽ നീറ്റിൻ്റെ റീഫണ്ടുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഓൾറെഡി നമുക്കറിയാം 2026 നീറ്റ് ആദ്യ എക്സാം ക്യാൻസൽ ചെയ്ത് വീണ്ടും നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊരു പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഈ നോട്ടീസ് നോക്കുക 22 ഇൻ കണ്ടിന്യൂവേഷൻ ഓഫ് ദ പബ്ലിക് നോട്ടീസ് ഡേറ്റഡ് മെയ് 12 മെയ് 12 പബ്ലിഷ് ചെയ്ത നോട്ടിഫിക്കേഷൻ്റെ കണ്ടിന്യൂവേഷനായിട്ട്. അപ്പോൾ ഈ നോട്ടീസ് എന്താണെന്ന് ഞാൻ പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യാം. റിഗാർഡിംഗ് റീഫണ്ട് ഓഫ് എക്സാമിനേഷൻ ഫീ ഫോർ നീറ്റ് UG 2026 കാൻഡിഡേറ്റ് 2026 നീറ്റ് എഴുതിയ കുട്ടികൾക്കുള്ള റീഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട ദ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി NTA ഹിയർ ബൈ ഇൻഫോംസ് ഓൾ കാൻഡിഡേറ്റ്സ്, എല്ലാവർക്കുമാണ്, that a dedicated facility has been made available on the NEET 2026 registration portal for submission of preferred bank account detail for processing of fee of refund. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എല്ലാ കുട്ടികളും വിചാരിക്കുക ഈ റീഫണ്ട് എന്തിനാണ് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, നിങ്ങൾ 2026 നീറ്റിന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അന്നടച്ച ഫീസ് തിരിച്ചു തരാനുള്ള പ്ലാനാണിത്. അപ്പോൾ ഒരു ചോദ്യം ഉണ്ടാവും, ഞങ്ങളത് തിരിച്ചു കൊടുത്താൽ ഞങ്ങൾക്ക് റീനീറ്റ് എഴുതാൻ പറ്റില്ലേ? പറ്റും. അതായത് പ്രൊസീജിയർ എന്താണ്? നിങ്ങൾ ജസ്റ്റ് റീഫണ്ടിന് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തിട്ട് റീനീറ്റ് വരുമ്പോൾ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് വന്നോളും, പ്രശ്നമില്ല. നിങ്ങൾ റീഫണ്ടിന് അപ്ലൈ ചെയ്യുക, റീഫണ്ട് ഒരു സൈഡിൽ കൂടെ വന്നോളും. റീനീറ്റ് ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല, നിങ്ങൾക്ക് എന്തായാലും എഴുതാം. ഓക്കെ, ഇനി അതിൻ്റെ പ്രൊസീജിയർ നോക്കുക. കാൻഡിഡേറ്റ്സ് മേ ലോഗിൻ ടു ദ നീറ്റ് UG 2026 രജിസ്ട്രേഷൻ പോർട്ടൽ. നിങ്ങളുടെ രജിസ്ട്രേഷൻ പോർട്ടലിൽ നിങ്ങളുടെ ലോഗിൻ ക്രെഡൻഷ്യലും അതേപോലെ നിങ്ങളുടെ ഡീറ്റെയിൽ, അതായത് അപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡൊക്കെ കൊടുത്ത് കയറുക. എന്നിട്ട് അവിടുത്തെ റീഫണ്ടിലേക്ക് ക്ലിക്ക് ചെയ്യുക. ആ റീഫണ്ട് പോർട്ടലിൽ പോയി നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽ കൊടുക്കണം. ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽ നിങ്ങളവിടെ സബ്മിറ്റ് ചെയ്യണം. മേ ഓൾസോ അപ്ലോഡ് എ ക്യാൻസൽഡ് ചെക്ക്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഇവിടെ ക്യാൻസൽഡ് ചെക്ക് എന്നാണ് പറഞ്ഞാൽ ആ സ്ഥാനത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് പാസ്ബുക്കിൻ്റെ ഫ്രണ്ട് പേജും കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ക്യാൻസൽഡ് ചെക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചെക്കുള്ള അക്കൗണ്ട് ആണെങ്കിൽ അത് ജസ്റ്റ് ക്യാൻസൽഡ് എന്ന് എഴുതിക്കൊണ്ട് അത് വേണമെങ്കിൽ അപ്ലോഡ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ദെൻ ഫോർ എൻഷുറിംഗ് ദ അക്യുറസി, അതായത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽ തെറ്റിയിട്ടില്ല എന്ന് ഉറപ്പിക്കാനാണ് ക്യാൻസൽഡ് ചെക്ക്. ഓക്കെ, ആഫ്റ്റർ സബ്മിഷൻ ഓഫ് ദ ഡീറ്റെയിൽസ് ബൈ ദ കാൻഡിഡേറ്റ് ദ സെയിം ഷാൽ ബി ട്രീറ്റഡ് ആസ് ഫൈനൽ. അതായത് ഇപ്പോൾ കൊടുക്കുന്ന അക്കൗണ്ട് നമ്പർ തെറ്റിപ്പോയാൽ അത് മാറ്റാൻ നിങ്ങൾക്ക് ഒരു സാധ്യതയും പിന്നീട് തരില്ല. ഓക്കെ, അപ്പോൾ ഇത് ആരുടെ അക്കൗണ്ട്? നിങ്ങൾക്ക് ആരുടെയും അക്കൗണ്ട് കൊടുക്കാം. നിങ്ങൾ ഏത് അക്കൗണ്ട് കൊടുക്കുന്നോ അതിലേക്കാണ് റീഫണ്ട്. നിങ്ങളുടെ അക്കൗണ്ടോ പേരൻറ്റിൻ്റെ അക്കൗണ്ടോ റിലേറ്റീവ്സിൻ്റെ അക്കൗണ്ടോ ആരുടെ അക്കൗണ്ട് കൊടുത്താലും അതിലേക്കാണ് റീഫണ്ട് വരിക. അത് ശ്രദ്ധിക്കണം. റീഫണ്ട് കൊടുത്തത് കൊണ്ട് നിങ്ങൾക്ക് റീനീറ്റുമായിട്ട് പ്രത്യേകിച്ച് ഒരു പ്രശ്നവുമില്ല. നിങ്ങൾക്ക് റീഫണ്ടും കിട്ടും, റീനീറ്റ് എഴുതുകയും ചെയ്യാം. ഇനി അതിൻ്റെ ഫെസിലിറ്റി നോക്കുക. ദ ഫെസിലിറ്റി ഫോർ സബ്മിഷൻ ഓഫ് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽ ഷാൽ റിമെയിൻ ലൈവ് ഫ്രം എപ്പോൾ തുടങ്ങി? മെയ് 22 തുടങ്ങി മെയ് 27 ലാസ്റ്റ് ഡേറ്റ് മെയ് 27 രാത്രി 11:50 വരെ നിങ്ങൾക്ക് ഇതിനുള്ള ഫെസിലിറ്റി ഉണ്ടാവും. ഇനി എന്തൊക്കെയാണ് നിങ്ങൾ അക്കൗണ്ട് ഡീറ്റെയിൽ കൊടുക്കുമ്പം ശ്രദ്ധിക്കേണ്ടത്? ഒന്ന്, അക്കൗണ്ട് ഹോൾഡറുടെ പേര്, അതായത് പാസ്ബുക്കിൽ കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ അക്കൗണ്ട് ഡീറ്റെയിലുള്ള അക്കൗണ്ട് ഹോൾഡറുടെ പേര് കൃത്യമായി കൊടുത്തിരിക്കണം. ആ പാസ്ബുക്കിൽ കൊടുത്തിരിക്കുന്ന IFSC കോഡ് കൊടുത്തിരിക്കണം. അക്കൗണ്ട് നമ്പർ കൃത്യമായി കൊടുത്തിരിക്കണം. ബാങ്കിൻ്റെ പേര് കൃത്യമായി കൊടുത്തിരിക്കണം. അപ്ലോഡ് സ്കാൻഡ് കോപ്പി ഓഫ് ക്യാൻസൽഡ് ചെക്ക്, അത് ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ ക്യാൻസൽഡ് ചെക്ക് കൊടുക്കാം, പാസ്ബുക്ക് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇത് കൊടുത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ബാക്കി എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിരിക്കണം. അപ്പോൾ ഇതുകൂടി കൊടുക്കുകയാണെങ്കിൽ കൺഫർമേഷൻ, അതായത് അക്കൗണ്ട് മാറിയിട്ടില്ല എന്ന് ഉറപ്പ് വരുത്താം. ഇനി നേരത്തെ പറഞ്ഞതുപോലെ 12 അവർ പബ്ലിഷ് ചെയ്ത പ്രസ് റിലീസ് എന്താണെന്ന് നോക്കുക. അതിലവർ പറയുന്നുണ്ട് പല കാരണങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കേസ് വന്നതുകൊണ്ട് എക്സാം റീകണ്ടക്ട് ചെയ്യാൻ തീരുമാനിച്ചു. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വിത്ത് അപ്രൂവൽ ഓഫ് ദി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഹാസ് ഡിസൈഡഡ് ടു ക്യാൻസൽ ദ നീറ്റ് UG 2026 എക്സാമിനേഷൻ കണ്ടക്ടഡ് ഓൺ മെയ് 3 ആൻഡ് ടു റീകണ്ടക്ട് ദ എക്സാമിനേഷൻ ഓൺ ഡേറ്റ്സ് ദാറ്റ് വിൽ ബി നോട്ടിഫൈഡ് സെപ്പറേറ്റ്ലി. അത് പിന്നീട് ഡിക്ലെയർ ചെയ്തിരുന്നു. 12 പറഞ്ഞപ്പോൾ അത് ഡിക്ലെയർ ചെയ്തിട്ടില്ല എന്ന് മാത്രം. ഓക്കെ, ഇനി അതേ നോട്ടീസിൻ്റെ ബാക്കി ഡീറ്റെയിലേക്ക് വരും. ഈ ബാക്കി ആ 12 നോട്ടിഫിക്കേഷൻ്റെ 4th പോയിന്റ് ഇതാണ്. ദ രജിസ്ട്രേഷൻ ഡേറ്റ, ആ ഡേറ്റ കാൻഡിഡേച്ചർ, കുട്ടിയുടെ കാൻഡിഡേച്ചർ ആൻഡ് ദ എക്സാമിനേഷൻ സെൻറ്റർ ഓപ്റ്റഡ് ഫോർ ഇൻ ദ മെയ് 2026 സൈക്കിൾ വിൽ ബി ക്യാരിഡ് ഫോർവേഡ് ടു ദ റീകണ്ടക്റ്റഡ് എക്സാമിനേഷൻ. അതായത് നിങ്ങൾ അന്ന് കൊടുത്ത സെൻറ്റർ, അന്ന് കൊടുത്ത ഡീറ്റെയിൽ എല്ലാം അങ്ങനെ തന്നെ ഉണ്ടാവും. ഇതിലൊരു ചെറിയ പ്രശ്നം, ചിലർക്ക് പിന്നീട് ഒരു സാധ്യത തന്നിരുന്നു, നിങ്ങൾക്ക് എക്സാം സെൻറ്റർ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. അങ്ങനെ ചേഞ്ച് ചെയ്യാത്തവർക്ക് പഴയ എക്സാമിനേഷൻ സെൻറ്റർ തന്നെ, ചേഞ്ച് ചെയ്തവർക്ക് പുതിയ എക്സാമിനേഷൻ സെൻറ്റർ. പ്രത്യേകം നോക്കുക, നോ ഫ്രഷ് രജിസ്ട്രേഷൻ വിൽ ബി റിക്വയർഡ്. നിങ്ങൾ പുതിയതായി ഒന്നും ചെയ്യേണ്ട. നിങ്ങൾ റീഫണ്ടിന് അപ്ലൈ ചെയ്താൽ മാത്രം മതി, അത് അപ്ലൈ ചെയ്തേക്കുക. റീഫണ്ട് അപ്ലൈ ചെയ്യുന്നതല്ലാതെ വേറെ ഒന്നും ഇനി നിങ്ങൾക്ക് ചെയ്യാൻ അവിടെ ഇല്ല. നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് വരും, റീടെസ്റ്റ് എഴുതാം. ബാക്കി ആൻഡ് നോ അഡീഷണൽ എക്സാമിനേഷൻ ഫീ വിൽ ബി ലിവീഡ്. അതായത് വീണ്ടും നിങ്ങൾ എക്സാമിനേഷൻ ഫീ അടയ്ക്കേണ്ട.
ഇൻ അഡീഷൻ കൂടാതെ ഫീ ഓൾറെഡി പെയ്ഡ്, നിങ്ങൾ ഓൾറെഡി കൊടുത്തത് വിൽ ബി റീഫണ്ടഡ് ടു ദ സ്റ്റുഡൻറ്റ്, നിങ്ങൾ ആദ്യം കൊടുത്തത് തിരിച്ചു തരും. ആൻഡ് എക്സാം വിൽ ബി റീകണ്ടക്റ്റഡ് യൂസിങ് NTA's ഇന്റേണൽ റിസോഴ്സ്. നിങ്ങൾ കൊടുത്ത പൈസ തിരിച്ചു തരും, എന്നിട്ട് NTA ഫണ്ടിൽ നിന്ന് അത് നടത്തിക്കോളും. രണ്ടാമത്തെ എക്സാം NTA ഫണ്ടിൽ നിന്ന് നടത്തിക്കോളും എന്ന് ക്ലിയറായി പറഞ്ഞു. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യം കൊടുത്ത ഫീ തിരിച്ചു തരും, NTA ഫണ്ട് ഉപയോഗിച്ച് നിങ്ങൾക്ക് രണ്ടാമത് ഫ്രീ ആയി ഒരു എക്സാമിനേഷൻ നടത്തി തരും. നിങ്ങൾ അതിനുവേണ്ടി വീണ്ടും പേ ചെയ്യേണ്ട, വീണ്ടും രജിസ്റ്റർ ചെയ്യേണ്ട, ഒന്നും ചെയ്യേണ്ട. നിങ്ങൾ കൊടുത്ത പൈസ തിരിച്ചു വാങ്ങിക്കോ. അവരുടെ ഫണ്ട് വെച്ച് അവർ എക്സാം നടത്തുന്നുണ്ട്, നിങ്ങൾ പോയി എഴുതിയാൽ മതി. അതേപോലെ ആദ്യം പറഞ്ഞിരുന്നു പിന്നീട് ഡേറ്റ് ഡിക്ലെയർ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും 12-ാം തീയതിയിലെ നോട്ടിഫിക്കേഷനിൽ പിന്നീട് ഡിക്ലെയർ ചെയ്യുമെന്ന് പറഞ്ഞു. 15-ാം തീയതിയിലെ നോട്ടിഫിക്കേഷൻ എന്ത് പറഞ്ഞു? 21-ാം തീയതി ജൂൺ 21-ന് എക്സാം നടക്കും. 21-ാം തീയതി 2 മണി തുടങ്ങി 5:15 വരെയുള്ള സമയത്ത് നിങ്ങൾക്ക് റീടെസ്റ്റ് നടന്നോളും. ഈ 5:15 എന്ന് പറഞ്ഞാൽ 3.25 മണിക്കൂർ എക്സാം അല്ല, ഇൻക്ലൂഡിംഗ് ദ ടൈം ഫോർ എക്സാമിനേഷൻ ഫോർമാലിറ്റിയാണ്. നിങ്ങൾക്ക് 3 മണിക്കൂർ തന്നെയാണ് എക്സാം, 15 മിനിറ്റ് എക്സാമിനേഷൻ്റെ ഫോർമാലിറ്റീസിന് വേണ്ടിയാണ് എന്നൊക്കെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട സംശയം, ഞാൻ ഈ റീഫണ്ടിന് അപേക്ഷിച്ച് എനിക്ക് റീഫണ്ട് കിട്ടിയാൽ റീനീറ്റിൻ്റെ പൈസ എന്താവും? നിങ്ങൾ പേ ചെയ്യേണ്ടതില്ല. അതൊക്കെ ഞാൻ ക്ലിയറായി പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്ക് റീഫണ്ട് വാങ്ങാം, റീനീറ്റ് എഴുതാം. ഇത് രണ്ടും നിങ്ങൾക്ക് അപ്ലിക്കബിൾ ആണ്, പ്രശ്നങ്ങളില്ല. ധൈര്യമായിട്ട് റീഫണ്ടിന് അപ്ലൈ ചെയ്യാം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മറ്റെന്തെങ്കിലും അപ്ഡേറ്റ് വന്നാൽ ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. ഞാൻ ഈ ഫയൽ ഇന്നലെ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ഇനി അതിൽ വീണ്ടും ഡൗട്ട് വന്നതുകൊണ്ട് ഞാൻ അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്തു എന്നേ ഉള്ളൂ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മറ്റ് അപ്ഡേറ്റുകൾ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.